വെൽക്കം. ഇന്ന് നോമ്പ് തുറക്കാനായിട്ടൊരു റൈസ് റെസിപ്പി ആയാലോ, ഒരു ചിക്കൻ മന്തി ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ. അപ്പം അതിന് ഞാനിവിടെ ഒരു 1/2 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 പീസായിട്ട് എടുക്കാം. ഞാനിവിടെ ചെറിയ സ്മോൾ പീസാക്കിയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടപ്രകാരം എടുക്കാം. അങ്ങനെ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ക്യാപ്സിക്കം, ഇപ്പോൾ 1 കിലോ ആണെങ്കിൽ നിങ്ങൾക്ക് 1 ക്യാപ്സിക്കം യൂസ് ചെയ്യാം. ഞാനിതിൻ്റെ 1/2 ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുതിന ഇല, പിന്നെ വേണ്ടത് ഒരു ഡ്രൈഡ് ലെമൺ ആണ് വേണ്ടത്. ഒരു ഡ്രൈഡ് ലെമൺ ഇടണം. പിന്നെ ഈ നമ്മൾ ആ സ്പൈസസ് ഇല്ലേ, പട്ട, ഗ്രാമ്പു, കറുവ, ഏലക്ക, അതെല്ലാം കുറച്ച് ഇടാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഞാനിവിടെ ഹോൾ മല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചിക്കൻ ക്യൂബ് എടുത്തിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും നിങ്ങൾക്ക് അറബിക് മസാല എടുക്കാം. ഞാനിവിടെ മന്തി മസാലയാണ് എടുത്തത്. അതൊരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് ഓഫ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ്. പിന്നെ ഇവിടെ ഫുഡ് കളർ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് കളറിന് വേണ്ടി ഫുഡ് കളറും കൂടി ആഡ് ചെയ്യുന്നത്. അത് ഹെൽത്തി അല്ല, എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ 1 മണിക്കൂർ അത് അടച്ച് വെക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനൊരു പാനിൽ ഇത് അടച്ചു വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട. നന്നായിട്ടൊരു 70% നന്നായിട്ട് കുക്ക് ആവണം. അപ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ഞാൻ ചോറ് റെഡിയാക്കുന്നുണ്ട്. ഞാൻ ബസുമതിയുടെ റൈസാണ് എടുത്തിട്ടുള്ളത്. നല്ല നീളമുള്ള അരി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. മന്തി റൈസ് എന്നാലേ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ചോറുണ്ടാക്കാനായിട്ട് ഞാനൊരു 2.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അതിന് ഡബിൾ വെള്ളം എടുത്ത് അതിൽ സൺഫ്ലവർ ഓയിലും ഈ മസാല, ഗ്രാമ്പു, കറുവ, ഏലക്ക, കുരുമുളകൊക്കെ ഇട്ട് നന്നായിട്ട് അതും കുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചോറ് നല്ല ഹാഫ് കുക്കഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ചിക്കൻ ഒരു 70% കുക്കായാൽ മതി. കാരണം നമ്മൾ ഇനിയും ഒരു 50 മിനിറ്റ്സോളം നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചോറ് ഇതിൽ ലെയറായിട്ട് നമുക്ക് നന്നായിട്ട് ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചോറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ ഈ ചിക്കൻ വേകുന്ന ടൈം തന്നെ കുറച്ച് ഓയിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഈ സമയത്ത് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്യാം. നിങ്ങൾ മറന്നു പോകരുത്, കുറച്ച് ഓയിലെടുത്ത് മാറ്റി വയ്ക്കണം. പിന്നെ കുറച്ച് ഫുഡ് കളറും കൂടെ ആഡ് ചെയ്യുന്നു. പിന്നെ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, നിങ്ങൾക്ക് കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം, ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ടാണ്. സോ ഞാനിതിൽ പാലിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ വെക്കുന്നത് ഒരു 4-5 പച്ചമുളക് കുത്തി വെക്കണം. വെച്ചാൽ ഇതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് ഞാനൊരു 4-5 പച്ചമുളകും കൂടെ കുത്തി വെക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട്, നമ്മുടെ ചാർക്കോളില്ലേ, എല്ലായിടത്തും മേടിക്കാൻ കിട്ടുമല്ലോ. സോ ചാർക്കോള് വെച്ചിട്ട് അതൊന്ന് കത്തിച്ച് വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അടച്ചു വെക്കുകയാണ്. ഒരുപാട് ഞങ്ങൾക്ക് സ്മോക്കിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചെറുതായിട്ടാണ് ഒന്ന് ഞങ്ങൾ സ്മോക്ക് ചെയ്തെടുത്തത്. അപ്പോഴത്തേക്ക് നമ്മുടെ മന്തി ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്യണം. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ്, നല്ല എമ്മയായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ ബൈ.